ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? സുഖമായിരിക്കുന്നില്ലേ? അപ്പോൾ ഇതാ നല്ലൊരു വീഡിയോസ് ആയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് തരാനും മറക്കരുത്, കമൻറ്റ് അയക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോസ് തുടങ്ങിയാലോ? അപ്പോൾ ഇതാ ഞാനൊരു മൂന്ന് ഉള്ളി എടുത്തിട്ട് നല്ലോണം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മട്ടൻ കറിയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം മട്ടനും കൂടി ഒന്ന് കഴുകിയിട്ടെല്ലാം അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുക്കറിലാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോണത് കേട്ടോ. മട്ടനായ കാരണം കുറച്ചധികം വേവ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുക്കറാണ് ഇന്നിപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞ ഉള്ളി നമുക്ക് നല്ലോണം വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് നല്ലോണം വഴറ്റണം കേട്ടോ. അതൊന്ന് നല്ലോണം വഴറ്റി വരട്ടെ. അതും വരെ നമുക്കൊന്ന് ഉള്ളിയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം വഴറ്റാൻ വെക്കാൻ. അപ്പോഴാണ് നമ്മൾ ഉള്ളി വേഗം വഴണ്ട് വരുള്ളൂ. അപ്പോൾ ഉള്ളി നല്ലോണം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു 4 തക്കാളി, ഇത് ചെറിയ തക്കാളി ആയ കാരണമാണ് ഞാൻ 4 തക്കാളി എടുത്തത്. അല്ലെങ്കിൽ പിന്നെ 3 തക്കാളി മതി കേട്ടോ. അതും കൂടി ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ആരും കമൻ്റ് ഒന്നും അയക്കുന്നില്ല കേട്ടോ. എല്ലാവരും വീഡിയോസ് കണ്ടു പോലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് കൂടി അയക്കാൻ മറക്കരുത്. അതുപോലെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ലൈക്കും കൂടി തന്നാലാണ് നമ്മളെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് കാണാനെത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഒന്ന് ചതച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി അരച്ചതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ കൂടെ പിന്നെ ഞാൻ ഇനി ഉണ്ടാക്കാൻ പോണത് നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറാണ് ഇതിന് മട്ടൻ കറിക്ക് ഭയങ്കര ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. അപ്പോൾ അത് ഞാൻ നെയ്ച്ചോറ് പിന്നെ അതും കൂടിയാണ് ഇതിനായിട്ട് കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതും കൂടി അപ്പുറത്ത് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മസാലപ്പൊടിയായിട്ട് ഞാൻ ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളകും പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ആണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല പച്ച മണം മാറി വരുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കണേ. എന്നാലാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് നല്ലോണം. അതുപോലെ മട്ടനും ബീഫിനും എല്ലാം ഭയങ്കര വേവായ കാരണം നമുക്കെപ്പോഴും കുക്കർ തന്നെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യണം. എന്നാലാണ് നല്ല വെന്ത് വരുള്ളൂ കേട്ടോ. പിന്നെ ചിക്കനാച്ചി കുഴപ്പമില്ല, നമുക്ക് ചെമ്പിൽ വെച്ചിട്ടും ചെയ്താലും നല്ല വേഗമായി വരും. പക്ഷേ മട്ടനും ബീഫിനൊക്കെ ഭയങ്കര വേവല്ലേ. അതുകൊണ്ട് പിന്നെ കുക്കർ തന്നെ എടുത്താലാണ് നല്ലവണ്ണം വെന്ത് വരിക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മട്ടനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ആക്കണം. അപ്പോൾ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് 2 കൈ കൊണ്ടെടുത്ത് ഞാൻ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതായ കാരണം എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ അതൊക്കെ അവിടെ വെച്ച് ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ചെറുതീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്ക് ചെയ്യൂല. ഒന്ന് ഇറച്ചി വെന്ത് വരട്ടെ. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേണ്ടിയ വെള്ളം നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ മട്ടനിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ച് കൊത്തമ്പീരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വേണ്ടിയ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യണം, നമുക്കിന്ന് മൂടിയിട്ടിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൂടിയെല്ലാം ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 3 വിസിലാട്ടോ കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ മൂടിയെല്ലാം തുറന്ന് നോക്കിയിട്ട് പിന്നെ വെന്തിക്കില്ലാച്ച് ഞാൻ മൂടി തുറന്ന് വെച്ചിട്ടാണേ പിന്നെ ഞാൻ ഇറച്ചി വേവിക്കുള്ളൂ. ഞാൻ 4 വിസിൽ കൊടുക്കാറില്ല. 4 വിസിൽ കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഇറച്ചി വെന്തിട്ട് അപ്പാട് കലങ്ങിയ പോലെ ആയിപ്പോ കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യൽ വെച്ചെങ്കിൽ പിന്നെ ഞാൻ അപ്പോൾ ഇതട്ടോ ഞാൻ 2 വിസിൽ വരുന്ന വരെ ഹൈയിലിട്ടിട്ട് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ലോ ആക്കി വെച്ചിട്ടോ. അങ്ങനെയാണ് 2 വിസിൽ ഞാൻ വന്നത്. അപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടി ഒന്ന് കുറുകി വരണമെന്ന് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഞാനൊന്ന് മൂടി തുറന്നിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതെല്ലാം കമൻറ്റിൽ കൂടെ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ടും കൂടി തരാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.